ഹായ് ഗൈസ്, പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മീൻ വാങ്ങാൻ പോകുന്ന വീഡിയോയും പിന്നെ നമ്മൾ പ്ലാന്റഡ് അക്വേറിയം ഫുള്ള് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഇത് നമ്മുടെ പ്ലാന്റഡ് അക്വേറിയത്തിൻ്റെ തേർഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പെറ്റ് ഷോപ്പ് പോയിട്ട് കുറച്ച് മീനിനെ വാങ്ങാനാണ് പ്ലാന്. നമ്മൾ നമ്മുടെ അക്വേറിയത്തിൽ നിയോൺ ടെട്രാനെയും സീബ്ര അതേപോലെ ചെറിയ ചെറിയ മീനിനാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 2-3 ഷോപ്പിൽ കയറി നോക്കി, പക്ഷേ അവിടെയൊന്നും നിയോൺ ടെട്ര ഇല്ല. നമ്മൾ അങ്ങനെ കുറച്ച് സീബ്രാൻ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു 10 ജോഡി സീബ്രാൻ എടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ മഞ്ഞയും ചുവപ്പും സീബ്രാനെയാണ് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഗ്രേ കളറുള്ള സീബ്രാനും കണ്ട്, അപ്പോൾ അതും ഒരു പേരെടുത്തോളം പറഞ്ഞു. അങ്ങനെ സീബ്രാനെ എടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ നോക്കിയപ്പോൾ അവിടെ കുറച്ച് പ്ലാറ്റീനെ കണ്ടു. അപ്പോൾ നല്ല രസം തോന്നിയപ്പോൾ ഒരു 3 ജോഡി പ്ലാറ്റീനും എടുത്ത് അങ്ങനെ പ്ലാറ്റീനെ വാങ്ങി. ഇനി വേറെ എന്തെങ്കിലും വാങ്ങണമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് സിക്ലിഡിനെ കാണുന്നത്. സിക്ലിഡിനെ ചെറിയ കുട്ടികളായിരുന്നു. 15 രൂപയാണ് ഇതിൻ്റെ ഒരു പെയറിന് വരുന്നത്. ഈ സിക്ലിഡിനെ വാങ്ങിക്കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് സിക്ലിഡിനെ ബാക്കിയുള്ള മീനിൻ്റെ കൂടെ ഒരുമിച്ചിടാൻ പറ്റൂല എന്ന്. അത് കുറച്ച് അഗ്രസീവ് ഫിഷാണ്. അതുകൊണ്ട് നമ്മൾ ഈ സിക്ലിഡിനെ ഇനി വേറെ ടാങ്കിലേക്ക് മാറ്റിയിടണം. നമ്മൾ മീനിനെയൊക്കെ വാങ്ങി നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മീനിൻ്റെ കവറൊക്കെ നമ്മൾ നേരെ നമ്മുടെ അക്വേറിയത്തിൽ ഇട്ട് വെച്ചതാണ്. 2 വെള്ളത്തിൻ്റെയും ടെമ്പറേച്ചർ ഒന്ന് സെറ്റായിട്ട് നമ്മുടെ മീനിനെ വെള്ളത്തിലേക്ക് ഇടാമെന്ന് വിചാരിച്ച് നമ്മൾ മീനിനെയൊക്കെ വാങ്ങി നമ്മൾ ബില്ലാക്കാൻ വേണ്ടി കൗണ്ടറിലേക്ക് പോയപ്പോൾ അവിടെ ഒരു അക്വേറിയത്തിൽ നല്ല ഗപ്പീനെ കണ്ട്. അപ്പോൾ ആ ഗപ്പീനെ ഒരു പെയർ എടുക്കാമെന്ന് വിചാരിച്ചു. അത് ഒരു പർപ്പിൾ മൊസൈക്ക് എന്നാണ് അതിൻ്റെ പേര് പറഞ്ഞത്. അങ്ങനെ ടോട്ടൽ നമ്മൾ സീബ്ര, ഗപ്പി, പ്ലാറ്റീനെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുവരെ നിയോൺ ടെട്രാനെ കിട്ടിയിട്ടില്ല. നിയോൺ ടെട്ര സ്റ്റോക്ക് വരുമ്പോൾ ഇനി പോയി എടുക്കണം. ഇനി നമ്മുടെ മീൻ ഈ വെള്ളക്കായി സെറ്റായിട്ട് വേണം നമുക്ക് നമ്മുടെ പ്ലാന്റഡ് അക്വേറിയത്തിലേക്ക് മാറ്റിയിടാൻ. അപ്പോൾ നമ്മൾ നമ്മുടെ മീനിനൊക്കെ നേരെ നമ്മുടെ അക്വേറിയത്തിലേക്ക് ഇടുന്നുണ്ട്. നമ്മളെ പ്ലാറ്റീനിയം സീബ്രാനെയൊക്കെ ഒരു അക്വേറിയത്തിലാണ് ഇട്ടത്. പിന്നെ നമ്മുടെ ഗപ്പീനെ വേറൊരു അക്വേറിയത്തിലുമാണ് ഇട്ടത്.
ഇനി നമുക്ക് നമ്മുടെ വലിയ അക്വേറിയം പ്ലാൻ ചെയ്ത് സെറ്റാക്കാം. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഡ്രിഫ്റ്റ് വുഡാണ് നമ്മുടെ അക്വേറിയത്തിലേക്ക് വെക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പൂഴി എടുത്തിട്ട് സെറ്റാക്കണം. അപ്പോൾ പൂഴി എടുത്ത് നമ്മളൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ പൂഴി അത്യാവശ്യം ചളിയൊക്കെ പോക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കല്ല് വെക്കണം. അപ്പോൾ കല്ല് വെക്കാനായിട്ട് നമ്മളൊരു തെർമോക്കോളിൻ്റെ പീസ് ഉള്ളിൽ വെക്കുന്നുണ്ട്. അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു കല്ലാണ്, നമ്മുടെ സാധാ കരിങ്കല്ലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ കല്ലൊക്കെ വെച്ച് പിന്നെ നമ്മൾ ബാക്കിയുള്ള ഏരിയയിൽ മൊത്തം പൂഴി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെടി കുഴിച്ചിടാം. അപ്പോൾ നമ്മുടെ ഈ ചെടി വാങ്ങുന്ന വീഡിയോ ഒക്കെ കാണണമെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലൊന്ന് പോയി കണ്ടാൽ മതി. പിന്നെ ഈ അക്വേറിയം റീസ്റ്റോർ ചെയ്തെടുക്കുന്ന വീഡിയോ ആണെങ്കിൽ ഫസ്റ്റ് പാർട്ടിലാണുള്ളത്. അപ്പോൾ ആ 2 വീഡിയോസും കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അക്വാസ്കേപ്പിങ്ങിൽ നമ്മൾ പ്രോയൊന്നുമല്ല, നമ്മളെ ഫ്രണ്ട്സ് പറഞ്ഞു തന്നിട്ടും പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുള്ളൊരു അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ട് അറിയിക്കുക. നമ്മൾ ആദ്യമായിട്ടാണ് പ്ലാന്റഡ് അക്വേറിയം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ള് ചെടിയൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് അക്വേറിയത്തിൽ വെള്ളം നിറയ്ക്കാം. നമ്മൾ വെള്ളം നിറയ്ക്കുമ്പോൾ വെള്ളം കലങ്ങാതെ വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെച്ചിട്ട് വേണം വെള്ളം നിറയ്ക്കാൻ. PVC പൈപ്പ് വെച്ചിട്ട് അതിൻ്റെ മേലേക്കാണ് ഓസ് വെച്ചത്, എന്നിട്ടാണ് വെള്ളം നിറയ്ക്കുന്നത്. ഇനി നമുക്ക് മീനിടാം. അപ്പോൾ നമ്മുടെ അക്വേറിയം ഫുള്ള് സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മളതിൽ ഫോക്സ് ടെയിൽ ഉണ്ടായിരുന്നു പ്ലാന്റ്, അതും കൂടി ഒന്ന് നമ്മൾ അതിലേക്ക് ഇടുന്നുണ്ട്. മറ്റേത് ആ റൈറ്റ് സൈഡിൽ എന്തോ ഒരു കാലിയായി കിടക്കുന്ന പോലെ തോന്നി. അപ്പോൾ 2 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് എന്നിട്ടുള്ള വീഡിയോ ആണിത്. പിന്നെ നമ്മുടെ അക്വേറിയത്തിൻ്റെ ബാക്കിൽ നമ്മളൊരു ബ്ലാക്ക് ഷീറ്റും കൂടി ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ അക്വേറിയത്തിൽ വെച്ച ലൈറ്റ് നമ്മുടെ സാധാ LED ട്യൂബ് ലൈറ്റാണ്. നമ്മൾ ഏറ്റവും വില കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഈ അക്വേറിയം ഫുള്ള് സെറ്റ് ചെയ്തത്. നമ്മുടെ കല്ലൊക്കെ നമ്മൾ പറമ്പുന്ന അവിടുന്നും കളക്ട് ചെയ്ത്, പിന്നെ ബാക്കി പൂഴിയും അതേപോലെ തന്നെ കളക്ട് ചെയ്ത്, പിന്നെ ചെടി മീനിൻ്റെ റേറ്റ് മാത്രമായിട്ടേ ഉള്ളൂ. ഡ്രിഫ്റ്റ് വുഡ് നമ്മൾ പണ്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചൊരു മരക്കർഷനായിരുന്നു. പിന്നെ ബാക്കിൽ ഒട്ടിച്ച ആ ഒരു ബ്ലാക്ക് ഷീറ്റ് അതിന് 110 രൂപയായിട്ടേ ഉള്ളൂ. നമുക്ക് ഈ അക്വേറിയം സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ആകെ 1000 രൂപേൻ്റെ താഴെ വന്നിട്ടേ ഉള്ളൂ. മീനിൻ്റെയും ചെടീൻ്റെയും പൈസ മാത്രമാണത്. പിന്നെ നമ്മൾ അക്വേറിയം റീസ്റ്റോർ ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു 250 രൂപ നമ്മുടെ സിലിക്കൺ ഗമ്മിൻ്റെ പൈസ വന്നിട്ടുണ്ട്. മീനിനെ വാങ്ങാൻ വേണ്ടി പോയ ടൈമിൽ നിയോൺ ടെട്ര ഒന്നും സ്റ്റോക്കില്ലായിരുന്നു. അങ്ങനെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ ഞാൻ വെറുതെ കയറി നോക്കിയപ്പോൾ അവിടെ ഒരു 3 പേര് നിയോൺ ടെട്ര ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിയോൺ ടെട്രേനെ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു 3 പേര് നിയോൺ ടെട്രേനെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ 3 പേര് ടെട്രേനെ എടുത്തപ്പോൾ അതിലൊരു ടെട്രയും കൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ ഏട്ടൻ ആ ടെട്രേനെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്.
അപ്പൊ നമ്മളെ ഈ പ്ലാന്റഡ് അക്വേറിയം ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ നമ്മളിത് മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ്, ഇത് ലാസ്റ്റ് പാർട്ടാണ്. അപ്പൊ നമ്മൾ ഫുള്ള് നമ്മുടെ അക്വേറിയം പ്ലാന്റഡ് അക്വേറിയം ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഷോർട്സിലായിരിക്കും ആ വീഡിയോസ് മൊത്തം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക.